ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഇനി മുതൽ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്ത് പോകണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാനൊരു ഹെൽത്തി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോയിൽ ഞാനൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ റൂട്ടീനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി നല്ല ഹെൽത്തി റെസിപ്പീസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കിച്ചണ് ഒരു കുഞ്ഞു മേക്ക് ഓവർ നടത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് കിച്ചൺ ഒന്നും കൂടെ മുഞ്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ആഫിക്കുട്ടി ആദ്യമായിട്ട് ഇവിടെ വീട്ടിൽ വന്നിട്ടുള്ള വിശേഷം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ആ ലൈക്ക് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. രാവിലെ ഒരു 5:15 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സോനുവിന് മദ്രസ ഉണ്ട്, അവനക്ക് പ്രാക്ടിക്കലിൻ്റെ ക്ലാസ് ഉണ്ട്. നാളത്തോട് കൂടിയിട്ട് സോനുവിൻ്റെ മദ്രസയിലെ എക്സാമൊക്കെ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. അപ്പോൾ അതാ അവന് മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് സോനുവിൻ്റെ സൈക്കിളിൽ ഫിറ്റ് ചെയ്യണ ലൈറ്റാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഹോണും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. തലേദിവസം രാത്രിയിൽ അവനത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. നല്ല ലൈറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഹോണും നല്ല സൗണ്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ സോനുവിൻ്റെ ഫ്രണ്ട് ലീവ് ആയതുകൊണ്ട് അവൻ ഒറ്റക്കാണ് കേട്ടോ പോയത്. അങ്ങനെ സോനുവിനെ മദ്രസയിൽ വിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് സമയം നടക്കാമെന്ന് വിചാരിച്ചു. നേരൊക്കെ വെളുത്ത് വരണേ ഉള്ളൂ കേട്ടോ. പുറത്തൊക്കെ നല്ല ഇരുട്ടാണ്. സാധാരണ ഞാൻ വെളിച്ചം വെച്ചതിന് ശേഷമാണ് നടക്കാൻ ഇറങ്ങാറ്. അങ്ങനെ പുറത്തോട്ടൊന്നും നടക്കാൻ പോകാറില്ല, വീടിന് ചുറ്റുമാണ് കേട്ടോ നടക്കാറ്. ആദ്യമൊക്കെ ഞാനൊരു 10 റൗണ്ട് നടക്കും, അത് കഴിഞ്ഞിട്ടൊരു 5 റൗണ്ട് ഓടും. ഇപ്പോൾ പിന്നെ കുറച്ചും കൂടെ കൂടുതൽ നടക്കാൻ നോക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഫോണിൽ പ്ലേ ചെയ്തിട്ട് ഹെഡ്ഫോൺ വെച്ചിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ പിന്നെ അങ്ങനെ ടയേർഡ് ആവണത് അറിയില്ല. അങ്ങനെ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. എനിക്ക് വീടിൻ്റെ ബാക്കിൽ കൂടെ ഒക്കെ നടക്കാനൊരു പേടി, കാരണം നേരം വെളുത്ത് വരുന്നല്ലേ ഉള്ളൂ. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ നിന്നൊരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഞെട്ടിട്ടോ. പിന്നീട് കാര്യം മനസ്സിലായത് ഇക്കാണ് കേട്ടോ. ഇക്ക CCTV കൂടെ സംസാരിക്കുകയാണ്. ആരെങ്കിലും മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇക്കാക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാറുണ്ട്. അങ്ങനെ നോട്ടിഫിക്കേഷൻ ചെന്നപ്പോൾ ഓപ്പൺ ചെയ്ത് വന്നതായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇക്കാൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടിയിട്ടു. ഇക്ക ഇവിടെ നാട്ടിൽ കൂടെ ഇല്ലാന്നുണ്ടെങ്കിലും ഫുൾ ടൈം വീട് ഇക്കാൻ്റെ നിരീക്ഷണത്തിലാണ് ഇട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോഴും ഭയങ്കര ഒരു സേഫ്റ്റി ഫീൽ ചെയ്യാറുണ്ട്. ഒരു സമാധാനമാണ്, നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ആളുണ്ടല്ലോ. അപ്പം നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴൊരു സമാധാനമാണ്. അങ്ങനെ നടത്തൊക്കെ നിർത്തി പിന്നെ ഇക്കാൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഫോൺ വിളിച്ച് സംസാരിച്ച് അങ്ങനെ രാവിലത്തെ ആ ഒരു നടത്തം അതോടുകൂടെ തീർന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് അകത്ത് കയറി കുറച്ച് സമയം ഒന്ന് വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വർക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ഞാൻ വീഡിയോ എടുക്കണോണ്ട് പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഏകദേശം ഒരു അരമണിക്കൂറോളം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോ എക്സസൈസ് അങ്ങനെ ഉണ്ട് ചെയ്യാറ്. അതിന് ശേഷം ഒരു കപ്പ് ഗ്രീൻ ടീ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കപ്പ് ഗ്രീൻ ടീ കുടിക്കും. ചില ദിവസങ്ങളിൽ ഞാൻ ചിയാ സീഡ് ഇട്ടിട്ട് ആ വെള്ളമാണ് കേട്ടോ കുടിക്കാറ്. അതല്ലെങ്കിൽ തലേ ദിവസം രാത്രിയിൽ ഇളം ചൂടുള്ള വെള്ളത്തിൽ ഒരു 4-5 ഉണക്കമുന്തിരി ഇട്ട് വെക്കും. രാവിലെ അത് വെറും വയറ്റിൽ കുടിക്കാറുണ്ട്. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. ഇന്നിപ്പോൾ നൈഷമ്മ കുറച്ച് നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അവൾക്ക് വിശക്കാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ വേഗത്തിൽ കുറച്ച് അരിപ്പൊടി കലക്കിയിട്ട് ദോശ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ദോശ ചുട്ട പാടെ തന്നെ നൈഷുക്കുട്ടി ചാടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികം ഞാൻ തലേദിവസത്തെ മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അത് കൊടുത്തപ്പോൾ അതൊന്നും ഓൾക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു ദോശ അങ്ങനെ വെറുതെ കഴിക്കാൻ കേട്ടോ ചെയ്തത്, ചായയും ദോശയും. പിന്നെ രണ്ടാമത്തത് ഞാൻ കുറച്ച് മീൻകറിയൊക്കെ ഒഴിച്ചിട്ട് കൊടുത്തപ്പോൾ ആൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഒറ്റക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് അത് കറിയൊന്നും ഒഴിച്ച് കഴിക്കാൻ വലിയ ഇഷ്ടമല്ല. ഞാൻ വായിക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ കറിയൊക്കെ ഒഴിച്ചാലും വലിയ കുഴപ്പമില്ല കേട്ടോ. നൈഷുമാക്ക് 2 ദോശയൊക്കെ ചുട്ടു കൊടുത്തപ്പോഴേക്കും ഗ്രീൻ ടീ ഒന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും നൈഷുക്കുട്ടിൻ്റെ കൂടെ ഗ്രീൻ ടീ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാനിത് കുടിക്കണ കണ്ടപ്പോൾ അവൾക്കും അതിൻ്റെ ടേസ്റ്റ് അറിയാനൊരാഗ്രഹം കേട്ടോ. ഞാനത് വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൾക്കത് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഗ്രീൻ ടീയിൽ വേറെ ഒന്നും ചേർക്കാറില്ല കേട്ടോ. നല്ല തിളച്ച വെള്ളത്തിലോട്ട് തേയില ഇട്ടിട്ട് അങ്ങനെ കുടിക്കാറാണ്. മധുരമൊന്നും ചേർക്കാറില്ല. ഗ്രീൻ ടീയിൽ മധുരം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയൊരു ഫലമൊന്നും ഇല്ലല്ലോ.
അങ്ങനെ മൊത്തത്തിലൊരു 8 ദോശ ചുട്ടിയതിന് ശേഷം പിന്നെ ഞാനിതാ മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും ഞാൻ ആ ചെറിയ ചൂലിലോട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. മുമ്പൊക്കെ ഞാനിങ്ങനെ ചൂല് വെച്ചിട്ട് തന്നെ ആയിരുന്നു മുറ്റടിക്കാറുണ്ടായിരുന്നത്. പിന്നെ ഒന്നുകൂടെ സുഖമായിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രഷൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ സുഖം കൂടുന്തോറും നമ്മുടെ ആരോഗ്യത്തിൻ്റെ സുഖം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞാൻ വൈകിയാണെങ്കിലും മനസ്സിലാക്കി. വീണ്ടും ഞാൻ ആ ചെറിയ ചൂലിലോട്ട് തന്നെ മാറിയിട്ടുണ്ട് കേട്ടോ. രാവിലെ ഈ വീടിന് ചുറ്റും ഇമാതിരി ചൂലൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ അതിലും വലിയൊരു എക്സസൈസ് വേറെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കുറേ ആയിട്ട് ബ്രഷ് വെച്ച് അടിച്ചു വാരി ശീലിച്ചിട്ട് പെട്ടെന്ന് ഈ ചൂലിലോട്ട് മാറിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഊരക്ക്. ആദ്യമൊക്കെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു വർക്കൗട്ടും എക്സസൈസും ഒക്കെ ആയിട്ട് ശരീരം നന്നായിട്ട് ഇളകി തുടങ്ങിയപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. മുറ്റടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത പരിപാടി ഈ സീറ്റ് ഔട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ഈ സീറ്റ് ഔട്ടിൻ്റെ റാക്ക് ഫ്ലോർ തുടക്കണം മോപ്പ് വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ തുടക്കാറുണ്ടായിരുന്നത്. മോപ്പ് നമ്മൾ ഫസ്റ്റ് എടുക്കുമ്പോൾ നല്ല ക്ലീൻ ആയിരിക്കൂലേ, കാരണം നമ്മൾ തലേ ദിവസം അലക്കിയിട്ടതായിരിക്കൂലേ. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം ഈ റാക്കൊക്കെ തുടച്ചതിന് ശേഷമാണ് ഞാൻ ഫ്ലോറൊക്കെ തുടക്കാറുണ്ടായിരുന്നത്. പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ അങ്ങനെ ചെയ്യണ കണ്ടപ്പോൾ പലരും കമൻറ്റ് ചെയ്തു ഫ്ലോർ തുടക്കണം മോപ്പ് വെച്ചിട്ടാണോ റാക്കൊക്കെ തുടക്കണത് എന്നുള്ളത്. അതിനുശേഷം ഞാൻ എപ്പോഴും ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ഈ റാക്കൊക്കെ തുടച്ചിടാറ്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് മോപ്പ് നമ്മൾ ഫസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നല്ല നീറ്റായിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം റാക്ക് തുടക്കുമ്പോൾ അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തിരുന്നത്. പക്ഷേ പലരുടെയും കമൻറ്റ് കണ്ടപ്പോൾ അതൊരു നല്ല ശീലമല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാനും അതിൽ മാറ്റം വരുത്തിയിട്ടോ. പലപ്പോഴും നിങ്ങളുടെ പല കമൻസും എൻ്റെ ജീവിതത്തിലും ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവരാറുണ്ട്. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തിരുത്തി തരണം. കാരണം പലരും പറയും ഇത്ത ഞങ്ങൾക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണെന്നുള്ളത്. സത്യത്തിൽ എൻ്റെ മോട്ടിവേഷന് നിങ്ങൾ ഓരോരുത്തരുമാണ് കേട്ടോ. അങ്ങനെ രാവിലത്തെ വർക്കൗട്ടും ബ്രേക്ക്ഫാസ്റ്റും മുറ്റടിക്കലും സീറ്റ് ഔട്ട് ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമയം ഞാൻ ഫാനിൻ്റെ ചുവട്ടിലൊന്ന് കിടന്നു. കാരണം ആ വേർപ്പൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം പിന്നെ ഞാനിതാ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇപ്പോൾ കുളിച്ച് ശീലിച്ച് തുടങ്ങി കേട്ടോ. ഭയങ്കര ഒരു നല്ലൊരു ഫീലാണ് രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ. കുളിയൊക്കെ കഴിഞ്ഞ് മുഖത്തൊരു മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഒരു ലിപ് ബാമൊക്കെ ഇട്ട് ഒരു സ്പ്രേ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ് കേട്ടോ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഞാനങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ഒന്നും ഫോളോ ചെയ്യണില്ല കേട്ടോ. എനിക്ക് വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസൊക്കെ റെഡിയാക്കിയിട്ട് സാധാരണ ഞാൻ കഴിച്ചിരുന്ന ഫുഡിൽ നിന്ന് അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തിയിട്ട് അങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്ന് വെച്ച് ഞാൻ ഇന്നേ വരെ കഴിച്ചിരുന്ന എല്ലാ ഫുഡും ഉപേക്ഷിക്കൊന്നുമില്ല കേട്ടോ. ഞാൻ എല്ലാ ഫുഡും കഴിക്കും, പക്ഷേ ഒരു ലിമിറ്റ് വെച്ച് ആവശ്യത്തിന് മാത്രമേ കഴിക്കുള്ളൂ. മെയിനായിട്ട് പഞ്ചസാരൻ്റെ ഉപയോഗം, ചോറിൻ്റെ ഉപയോഗം, പിന്നെ ഇടയ്ക്കിടെ പുറത്തുനിന്ന് കഴിക്കണ ഫാസ്റ്റ് ഫുഡ്, ബേക്കറി ഐറ്റംസ് അതൊക്കെ ഒന്ന് നിയന്ത്രണത്തിൽ കൊണ്ടുവരാമെന്നുള്ളതാണ്. ഇതൊക്കെ പാടെ ഉപേക്ഷിക്കലല്ല കേട്ടോ. ഇതുവരെ കഴിച്ചുകൊണ്ടിരുന്നതിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ പഞ്ചസാരൊക്കെ ഞാൻ വളരെ മിതമായിട്ട് മാത്രമേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. മാക്സിമം ഞാൻ പഞ്ചസാര ഇല്ലാണ്ടാണ് ചായയൊക്കെ കുടിക്കാറ്. എന്നാലും ചില സമയത്ത് നമുക്ക് തോന്നൂലേ കുറച്ചൊരു മധുരം വേണമെന്ന്, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് അങ്ങനെ. എന്നാലും അങ്ങനെ തോന്നുമ്പോൾ മാത്രമേ ഞാൻ പഞ്ചസാര എടുക്കാറുള്ളൂ കേട്ടോ. അതല്ലെങ്കിൽ മാക്സിമം ഞാൻ പഞ്ചസാര ഇല്ലാണ്ട് തന്നെ ചായ കുടിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ചെങ്കിലും പഞ്ചസാര ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടൂലല്ലോ. അപ്പോൾ ഞാനിതാ ഇങ്ങനെ കോഫിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതിൽ കുറച്ചൊരു പഞ്ചസാര ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. 2 വീറ്റ് ബ്രെഡും പിന്നെ ഒരു ബുൾസയും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒരു കോഫിയും. അതാണ് കേട്ടോ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഈ ഹെൽത്തി ഫുഡ് ഫോളോ ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റ് താരതമ്യേന കുറവായിരിക്കും. ഇപ്പോൾ ഇതിൽ തന്നെ കുറച്ച് മയണൈസും കെച്ചപ്പും ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പക്ഷേ കുറച്ചൊന്ന് പണിയെടുക്കാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മയണൈസും കെച്ചപ്പും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഒട്ടും കുറയാണ്ട് കഴിക്കാനും പറ്റും. ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലോട്ട് അപ്രതീക്ഷിതമായിട്ട് 2 വിരുന്നുകാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവരാരാന്നറിയോ? നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട്സ് ആണ് കേട്ടോ. നമ്മുടെ വീഡിയോസ് കണ്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് തേടി പിടിച്ചെത്തിയതായിരുന്നു. ഇതിലൊരാളുടെ പേര് സുരയ്യ എന്നാണ്. വീട് മണ്ണാർക്കാട് ആ ഭാഗമൊക്കെയാണ് കേട്ടോ. ഒരാളുടെ കോട്ടോപ്പാടം. അപ്പോൾ അങ്ങനെ അവർ വന്ന് അവരുടെ അടുത്ത് കുറേ സമയം സംസാരിച്ചുകൊണ്ടിരുന്നു. മാഷാഅല്ലാഹ് ഒരുപാട് സന്തോഷം തോന്നി. കഴിഞ്ഞ വീഡിയോയിൽ
ഞാൻ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ആ സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസ് ആക്കണ്ട, അത് നല്ലതല്ല എന്നുള്ളത്. ഈ സ്റ്റാർ ഫ്രൂട്ട് ജ്യൂസ് ഞാൻ നല്ല ഹെൽത്തി ആണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെപ്പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും ഈ സ്റ്റാർ ഫ്രൂട്ട് വെച്ചിട്ട് ഞാൻ ഇന്നൊരു ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പഴുത്ത സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ജ്യൂസ് റെഡിയാക്കിയത്. അപ്പോൾ ആ സ്റ്റാർ ഫ്രൂട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഇത്. അതിൻ്റെ പകുതി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇതിൽ ഞാൻ പഞ്ചസാരയൊന്നും ചേർക്കണില്ല, അതുപോലെ തന്നെ ഇത് അരിച്ചെടുക്കണില്ല കേട്ടോ. അതങ്ങനെയാണ് കുടിക്കാൻ പോണത്. നമ്മൾ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ജ്യൂസ് അടിച്ച് കുടിക്കണേക്കാളും ഒന്നുകൂടെ ബെറ്ററാണ് അതങ്ങനെ കഴിക്കാൻ. കാരണം നമ്മൾ അതങ്ങനെ കഴിക്കുമ്പോൾ അതിൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ജ്യൂസ് അടിച്ച് അത് അരിച്ച് കുടിക്കുമ്പോൾ ഫൈബർ കണ്ടൻറ്റ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ജ്യൂസ് അടിച്ചിട്ട് അരിക്കാണ്ട് കുടിക്കാമെന്നാണ് വിചാരിക്കണത്. എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ കുറച്ച് മധുരമൊക്കെ ചേർത്ത് അത് അരിച്ച് കുടിക്കുമ്പോഴേ അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉള്ളൂ. അങ്ങനെ ഇതാ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ ഞാനിതാ ഇന്ന് ലഞ്ചിന് ചോറ് ഉണ്ടാക്കണില്ല, പകരം ഓട്സാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓട്സിൽ ചിക്കനൊക്കെ ഇട്ടിട്ടുള്ളൊരു റെസിപ്പി. അപ്പോൾ തന്നെ ഞാൻ കുക്കറിലോട്ട് അല്പം നെയ്യ്, 1 ടീസ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, തക്കാളി എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഞാൻ ഈ സവാളയും ക്യാപ്സിക്കം ക്യാരറ്റും ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഞാൻ വേറെ സ്പൈസസ് ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണില്ല, ഒരു എരിവിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തത്. ശേഷം നമുക്കിതിലോട്ട് തക്കാളി കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിൾസ് ഒക്കെ നെയ്യിലൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരല്പം ചിക്കൻ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെന്താ ഞാൻ ഇതിലേക്ക് 1 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മളിനി ഓട്സ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മൾ എത്രയാണോ ഓട്സ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് കുറവായത് കാരണം ഞാനിതിലോട്ട് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം നാരങ്ങാ നീര് കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ ഈ ഒരു ഓട്സ് ആണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ഓട്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒരൊറ്റ വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ലഞ്ചിന് ഈ ഓട്സിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരല്പം സാലഡും കൂടെ റെഡിയാക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് ക്യാരറ്റ്, ക്യാപ്സിക്കം, കുക്കുംബർ, തക്കാളി എന്നിവ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരല്പം കുരുമുളക് പൊടിയും പിന്നെ ഞാൻ യോഗേർട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചിക്കൻ ഓട്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോട് കൂടെ കഴിക്കണം കേട്ടോ, എങ്കിലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അത് വളരെ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ. നമുക്ക് ലഞ്ചിനൊക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് ഒന്നും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. എന്നിരുന്നാലും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇവിടെ എനിക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഈ ഒരു ചിക്കൻ ഓട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓട്സ് നമ്മൾ പാലിൽ തിളപ്പിച്ചിട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിക്കൂലേ, അതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അല്പം സ്പൈസി ആയിട്ട് എന്നാൽ ചിക്കനൊക്കെ ചേർത്തിട്ടാകുമ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ട്. പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരല്പം നെയ്യും കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ കിച്ചണിൻ്റെ ഒരു കുഞ്ഞു മേക്ക് ഓവറാണ്. അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു 2-3 പ്രൊഡക്ട്സ് കാണിക്കാം. ഇത് മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് പോലെയാണ് കേട്ടോ. അതായത് ഇതിൽ കൊടുത്തിട്ടുള്ളത് പോളിപ്രൊപ്പിലീനാണ്. പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽസൊക്കെയാണ്. ഇനി അടുത്ത
അടുത്തത് നമുക്ക് ഈ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നടാൻ പറ്റിയിട്ടുള്ള പോട്ട്സ് ആണ് കേട്ടോ. അതായത് 3 പോട്ട് വരുന്ന ഒരു സെറ്റാണ്. ഇതൊരു സെൽഫ് വാട്ടറിങ് പോട്ട്സും കൂടെയാണ്. നല്ല അടിപൊളി ഒരു ലുക്കാണ് കേട്ടോ കാണാൻ. ഇതിൻ്റെ ഈ ഒരു ബേസ് ഉണ്ടല്ലോ, വൈറ്റ് കളറിലുള്ള ആ ഒരു ബേസിലോട്ട് ആ പോട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെയാണ് കേട്ടോ അതിൻ്റെ ലുക്ക് ഉള്ളത്. ഈ താഴെയുള്ള ആ ഒരു വൈറ്റ് പോർഷൻ ഉണ്ടല്ലോ, അതിലാണ് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഇതിൽ ചെടികളൊക്കെ നട്ടിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഐറ്റം. ഇതൊരു സ്പൈസ് സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ. നമുക്ക് ചുമരിലൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റിയിട്ടുള്ളത് അടിപൊളിയാണ്. ഇത് ആമസോണിൽ പിക്ക് കണ്ടപ്പോൾ എല്ലാത്തിനും കൂടെ ഒരൊറ്റ ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ ഇത് വെവ്വേറെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ബോക്സസ് നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കാനും പറ്റും. ഈ സ്പൈസ് ബോക്സ് ഞാൻ നമ്മുടെ കോഴിയമ്മന വെച്ചിട്ടുള്ള ആ ഒരു പോർഷനിലാണ് ഒട്ടിച്ചു വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ദാ ഇതിൻ്റെ ബാക്കിലുള്ള ഈ ഒരു സ്റ്റിക്കർ എടുത്ത് കളഞ്ഞാൽ അത് നമുക്ക് ടൈലിൽ കറക്റ്റ് ഒട്ടിച്ചു വെക്കാൻ പറ്റും കേട്ടോ. ചുമരിൽ ഒട്ടും എന്നുള്ളത് എനിക്കറിയില്ല. ചുമരിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഒട്ടിയാലും അത് അടർന്ന് പോരുണ്ടാവും. ടൈലിലാവുമ്പോൾ കറക്റ്റ് അവിടെ ഒട്ടി നിൽക്കും കേട്ടോ. ഈ ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഈ ഒരു സ്പൈസ് ബോക്സ് എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആവുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഓരോ സ്പൂണും വരുന്നുണ്ട് കേട്ടോ ഓരോ ബോക്സിലും. അപ്പോൾ അതാ ഓരോ ബോക്സിലായിട്ട് ഞാൻ വലിയ ജീരകം, ചെറിയ ജീരകം, ഉലുവ, കടുക് എന്നിവയാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ മസാല ഐറ്റംസ് ഒക്കെ ഇടുന്നത് അത്ര സേഫ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് അത്രമാത്രം എയർ ടൈറ്റ് അല്ല. ഇനി നമ്മുടെ കിച്ചൺ ഒന്നുകൂടെ മൊഞ്ചു കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സംഭവങ്ങളൊക്കെ ഓരോ ഭാഗങ്ങളിലായിട്ടൊന്ന് ഒട്ടിച്ചു വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആമസോണിൽ നിന്ന് തന്നെ എനിക്ക് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ അതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഒരു ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ. ഇപ്പോൾ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു വീഡിയോ തപ്പി നോക്കി നോക്കട്ടെ. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ കോഴിയമ്മൻ്റെ മുകളിലും സ്റ്റോറേജ് ബോക്സിൻ്റെ താഴെയായിട്ടുള്ള ആ ഒരു പോർഷനിൽ ഞാൻ ഈ ഗ്രേറ്റ്ഫുൾ എന്ന് എഴുതിയിട്ടുള്ള ബോർഡ് ഒട്ടിച്ചു വെക്കുകയാണ് കേട്ടോ. കാരണം ഇവിടെ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാൽ കാണാനും ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലും ഇത് വരും. അപ്പോൾ ഒന്നുകൂടെ ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ തന്നെ ഞാനൊരു 2 സൈഡ് ടാപ്പ് എടുത്തിട്ട് ആ ബോർഡിൻ്റെ ബാക്ക് സൈഡിൽ 2 ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ആ ഒരു വാളിൽ ഒട്ടിച്ചു വെക്കാം. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഫാത്തിമ സഫ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു ഹായ് പറയൂ ഇത്താന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹായ് സഫ, മാഷാല്ലാ ഇത്താൻ്റെ വീഡിയോസ് കാണാറുണ്ട്, ഫാമിലിനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഒത്തിരി കൂട്ടുകാർ ഇതുപോലെ കമൻറ്റ് ബോക്സിൽ ഒരു ഹായ് പറയൂ ഇത്താനെ നേരിട്ട് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. മാഷാല്ലാ ഒരുപാട് സന്തോഷം. ഇൻഷാല്ലാ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടുമുട്ടാം കേട്ടോ. നിങ്ങൾ എന്നെ കാണാനെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം. കാരണം നിങ്ങൾക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടാവും, പക്ഷേ എനിക്ക് നിങ്ങളെല്ലാവരും അറിയില്ലല്ലോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കണം കേട്ടോ. എനിക്കും നിങ്ങൾ ഓരോരുത്തരെയും കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ആരപ്പി വന്നിക്കണ് നോക്കിയേ, മാഷാല്ലാ നമ്മളെ ആഫിക്കുട്ടി ആദ്യമായിട്ട് മാമിൻ്റെ വീട്ടിൽ വരികയാണ് കേട്ടോ. അവന് വന്നിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ അറിയാത്ത പോലെ നോക്കിയിരുന്നു എവിടെ ഇപ്പം ഞാൻ വന്നിക്കണെന്ന്. അവനെ അങ്ങനെ എല്ലായിടത്തൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി, ഭയങ്കര ചിരിയും കളിയൊക്കെ തുടങ്ങി. ഈ ആശാനും നിങ്ങൾ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടാവില്ലേ. ഓനെ ഞങ്ങളും വല്ലപ്പോഴേ കാണുള്ളൂ കേട്ടോ. മാവേലി പോലെയാണ്, ഹോട്ടലും തിരക്കൊക്കെ ആയിട്ട് ആൾ അങ്ങനെ പോവുകയാണ്. അങ്ങനെ ഇന്ന് ലഞ്ചിന് ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ നൂഡിൽസ് ഞാൻ എനിക്ക് കൊടുത്തപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ചിരി കൊടുക്കാനൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. വായിലിട്ടപ്പോൾ ആ ഒരു ചിരി പോയോന്നൊരു സംശയം. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ സത്യത്തിൽ എനിക്കത് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. അമ്മാതിരി പൊറോട്ടയും ബീഫും ചിക്കനൊക്കെ അടിച്ച് കയറ്റുന്ന ആൾക്കുണ്ടോ ഇത് ഇഷ്ടപ്പെട്ടിടും. ഇനിയിപ്പോൾ ഇത് എങ്ങനെ വേണ്ടാന്ന് പറയുന്ന ഓർത്തിരിക്കുമ്പോഴാണ് കറക്റ്റ് ടൈമിൽ എൻ്റെ മകൻ്റെ എൻട്രി. ആ കുഞ്ഞിക്കാല് തട്ടിയിട്ട് അത് അപ്പാടെ താഴെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താപ്പം ഇവിടെ ഉണ്ടായേ, ആരപ്പം ഇവിടെ പടക്കം പൊട്ടിച്ചെന്നുള്ള ഭാവത്തിലിരിക്കണ ആഫിക്കുട്ടിനെ കണ്ടില്ലേ. അങ്ങനെ ദാ നമ്മുടെ ആഫിക്കുട്ടി തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ദാ അവരെ കണ്ട പാടന്നെ നൈഷുക്കുട്ടി അവൾക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ആഫിൻ്റെ കൂടെ വിരുന്നാന്നും പറഞ്ഞിട്ട് കാറിൽ കയറി കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോവുകയാണ് കേട്ടോ. ഞാൻ നമ്മുടെ കിച്ചണിൻ്റെ മേക്ക് ഓവർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അത് ബാക്കി കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതാ ഈ ഒരു ബിലീവ് എന്ന് എഴുതിയിട്ടുള്ള ബോർഡ് ഞാൻ ഈ ഒരു വാഷ് ബേസ് ഏരിയ അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതാ ബാക്കിയുള്ളത് ഈ ഒരു ടീ മേക്കിംഗ് ഏരിയയിലും. എങ്ങനെയുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. പോറായോ അതോ ഭംഗിയുണ്ടോ, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് എന്താണെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ താ
നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, മഗ്‌രിബായിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ നേരത്തെ കുളിച്ചത് കാരണം മഗ്‌രിബായപ്പോഴേക്കും ഞാൻ ഒന്നുകൂടെ കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ രാത്രിക്കിലേക്കുള്ള ഫുഡ് റെഡിയാക്കണം. ഇന്നിപ്പോൾ ലഞ്ചിന് ചിക്കൻ ഓട്സ് അല്ല ഉണ്ടാക്കിയത്. അപ്പോൾ രാത്രിക്കിലേക്ക് ഇന്നിപ്പോൾ സൂചി ഗോതമ്പ് വെച്ചിട്ട് ഉപ്മാ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാനിവിടെ 1 കപ്പ് സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകി കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. മേക്ക് ഓവറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഈ ഒരു കുക്കിംഗ് ഏരിയ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ എന്നാൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ ഉപ്മാ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കർ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലോട്ട് അല്പം കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. ഈ സ്റ്റോറേജ് ബോക്സ് ഈ ഭാഗത്ത് വന്നപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി കേട്ടോ. കാരണം കയ്യെത്തും ദൂരത്ത് ഉലുവയും കടുകും ജീരകമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര ഒരു ഈസി അല്ലേ. അങ്ങനെ ഉപ്മാ റെഡിയാക്കാനായിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ അതിലോട്ട് ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഒരല്പം ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കൂടെ ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സൂചി ഗോതമ്പുണ്ടല്ലോ, അത് വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. വെള്ളത്തോട് കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വെക്കണം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് ഈ വെജിറ്റബിൾസ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിത് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് 1 കപ്പ് സൂചി ഗോതമ്പിലോട്ട് ഞാൻ 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് കുറവായത് കാരണം ഞാൻ ഇതിലോട്ട് ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ രാത്രിക്കലേക്കുള്ള സൂചി ഗോതമ്പ് വെച്ചിട്ടുള്ള ഉപ്മാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷെ ഞാനിതിൽ നെയ്യ് ഒഴിക്കണില്ല. എനിക്കുള്ളതിൽ മക്കളുടെയിൽ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ രാത്രിക്കലേക്കുള്ള ഫുഡ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ സോനറ്റിയുടെ മുഖം വാടിയിരിക്കണുണ്ടല്ലേ, ദേഷ്യം വന്നിരിക്കണം കേട്ടോ. അത് വേറൊന്നുമല്ല, അനും സോനും കൂടെ ഒരു അടി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനും അവർ രണ്ടുപേരെയും ചീത്ത അറിയുകയോ അടി കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ദേഷ്യത്തിലിരിക്കുകയാണ് കേട്ടോ. ഉച്ചക്ക് ഉണ്ടാക്കിയിട്ടുള്ള സാലഡിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ വൈൻഡപ്പ് ചെയ്യണതിന് മുന്നായിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ അത്രയും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടൈപ്പ് വീഡിയോസും ഹെൽത്തി റെസിപ്പീസും ഒക്കെയാണ്. അത് നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസിനൊക്കെ വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്